നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ അവിടെയാണ് പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത്. ഞാൻ വണ്ടി ഓടി വന്നപ്പോൾ അടിപൊളി റോഡാണല്ലോ ഇവിടുത്തെ, റോഡൊക്കെ ഇപ്പോൾ ശരിയായി. ഉമയനെല്ലൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ നല്ല വയലാണ്, ഇവിടെ നല്ല ഗ്രാമം, പഴയ കാലങ്ങളെ നമ്മൾ ഓർക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഉമയനെല്ലൂർ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. പഴയ കാലങ്ങളെ നമ്മൾ ഓർമ്മ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നെൽക്കതിരിൻ്റെയൊക്കെ ജോലി ചെയ്യുകയാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു കെട്ടുകളുമൊക്കെ നമുക്ക് കാണാം. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഓർക്കുന്നത് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെയാണ് നമ്മൾ ഓർക്കുന്നത്. ആ ഓർമ്മകളൊക്കെ ഉമയനെല്ലൂർ ഈ റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെതായ ഒരു സന്ദേശം അറിയപ്പെടും. അങ്ങനെ ലോങ്ങിൽ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ റോട്ടിലോട്ട് പോകാം. എന്തായാലും നമുക്ക് നോക്കാം. നല്ല ഇതല്ല കറ്റ അടിച്ച് നെല്ലെടുത്ത് നീ ഇത് വേറെന്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. കെട്ടി ആക്കി. അപ്പം കൊല്ലം ജില്ലയിൽ ഉമയനെല്ലൂർ നമ്മുടെ നാട്ടിലും ഇപ്പോഴും കൊയ്ത്തുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിൽ നിന്നും മറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഈ കറ്റ അടിക്കുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. ഇപ്പോൾ മലയാളികൾ ഈ ജോലി ചെയ്യാനില്ല എന്നുള്ളതാണ്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വയലുകളിലൊക്കെ നമ്മളെ മലയാളികൾ കൊയ്യാനും ഒക്കെ ഇറങ്ങും, കറ്റ അടിക്കാനൊക്കെ ഇറങ്ങും. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വരെ ഇപ്പോൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു ഉമയനെല്ലൂർ വളരെ പ്രകൃതിയുടെ ഒരു നല്ലൊരു ലൊക്കേഷനാണ്. ഇവിടെ ഒരുപാട് കൊയ്ത്ത് നടക്കുന്നൊരു സ്ഥലമാണ്. പണ്ടത്തെ ഓർമ്മകളാണ് നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. മറ്റൊരു കാഴ്ചയും കാണാം. നല്ല ലൊക്കേഷൻ തന്നെയാണ്. കുട്ടികൾക്ക് ഓടിയിരുന്നു. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളുടെ മുറ്റത്തും പറമ്പിൻ്റെ സൈഡിലും ഒക്കെ പന്ത് കളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഇൻ്റർലോക്ക് ഇട്ടേക്കുന്നതിൻ്റെ പേരിൽ കുട്ടികൾക്ക് എഴുത്തുപരമായിട്ടുള്ള ഓട്ടവും ചാട്ടവും ഒന്ന് പന്ത് കളിക്കാനേ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് അവർ വയൽ കണ്ടെത്തിയിരിക്കുകയാണ്. വയലിലാണ് കൃഷി ചെയ്യുന്ന വയലിലാണ് അവരിപ്പം ഈ പന്ത് തട്ടിക്കളി കുട്ടികളെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സ്ഥലവും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് എവിടെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഇൻ്റർലോക്കൊക്കെ ഇട്ട് പ്രശ്നങ്ങളൊക്കെ മുറിച്ച് മാറ്റി അവിടെ എല്ലാം വീടുകൾ ഉയരുമ്പോഴത്തേക്കും ഗ്രൗണ്ടുകളൊക്കെ നശിക്കുമ്പോഴും അവർ ഗ്രൗണ്ടിനെ അവയും തേടി അല്ലെ ഈ വെള്ളം നനവില്ലാത്ത ഈ സമയത്ത് വേനൽക്കാലത്ത് അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെയാണ് അവർ 10-20 പേര് നിന്ന് പന്ത് കളിക്കുന്ന ലൊക്കേഷൻ. പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ലൊക്കേഷനാണ്. പശുക്കളൊക്കെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ പശുക്കളെ പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. കാരണം ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ നല്ല പശുവും പാലൊക്കെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെയൊക്കെ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും കൃഷിയുടെ ഭാഗമാണ് പശു. നമുക്ക് അങ്ങനെ ഒരു മെസ്സേജും കിട്ടുന്നുണ്ട്. പശുക്കളൊക്കെ ഉണ്ട്. നല്ലൊരു മേഖല തന്നെയാണ്. ഓക്കെ, താങ്ക് യു.